ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇനി വരാൻ പോകുന്ന പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ധർമ്മനെ കള്ളനാക്കിയതിൻ്റെ പേരിൽ അച്യുതൻ ഗോമതിയോടൊക്കെ വഴക്കിടാണ്. അപ്പോൾ ബാലനെ കാണിച്ചു തരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോമതിയാണെങ്കിൽ പറയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബാലനെ എൻ്റെ ഭർത്താവാ, ആ ഗോമതി സ്റ്റോറിൻ്റെ ഉടമയാണെന്നൊക്കെ പറയാം. നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ ബാലേട്ടനോടൊന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ എപ്പോഴാണ് തിരിച്ചു കിട്ടുക എന്ന് നിങ്ങൾക്ക് പറയാൻ പോലും പറ്റില്ല എന്ന് പറയാം. ധർമ്മനാണെങ്കിൽ അച്യുതൻ്റെ അടുത്ത് വേണ്ട ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അച്യുതനാണെങ്കിൽ ഇങ്ങനെ എരുത്തിയിൽ എണ്ണ വയ്ക്കാന്നുള്ള രീതിയിൽ പിന്നെയും ഇങ്ങനെ ഗോമതി കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയിപ്പിക്കുകയാണ്. പിന്നീട് നമ്മുടെ മിത്രയ്ക്ക് ഗ്രൗണ്ടിൽ വെച്ചൊരു ഫോൺ കോൾ വരാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തണം എന്ന് പറയുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ മിത്രയ്ക്കെതിരെ മിഥുൻ കേസ് കൊടുത്തത് അറിയുന്നുണ്ട്. ആര്യനും ഇത്രയും കൂടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറയാണ്, അവൻ എന്നെ പ്രണയം നടിച്ച് എന്നെ പറ്റിച്ചതാണ്, എൻ്റെ സ്വർണ്ണം മുഴുവൻ തട്ടിയെടുത്തതാണെന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാ സംഭവങ്ങളും മിത്ര പോലീസിനോട് പറയുന്നുണ്ട്. മിത്രയ്ക്കെതിരെ പോലീസിൽ മിഥുൻ കേസ് കൊടുത്തത് പറയാം. മിഥുനെ പ്രണയം നടിച്ച് വഞ്ചിച്ചതും ചതിച്ചതും അതിന് പ്രായശ്ചിത്തമായിട്ട് ആ സ്വർണ്ണം മുഴുവൻ കൊടുത്തതാണെന്നൊക്കെ പറയാണ് നമ്മുടെ മിഥുന്. SI ടെസ്റ്റിൻ്റെ കൂടെ നമ്മുടെ മിത്രയ്ക്കാണെങ്കിൽ ഇതൊരു ടെൻഷനായി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്